വംശീവിഭൂഷിതകരാൽ നവനീരതാഭാൽ പീതാംബരാൽ അരുണബിംബപരാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം. ഏകോനാശീതിതമോധ്യായ 79 അധ്യായം. ശ്രീശുകൗവാച തതപർവണ്യുവാവൃത്തേ പ്രചണ്ഡ പാംസുവർഷണ ഭീമോ വായുരപുൽരാജൻ പുയഗന്ധസ്തു സർവസാ തതോമിഥ്യമയം വർഷം ബല്വലേന വിനിർമ്മിതം അവവൽ യജ്ഞശാലായം സ്വന്വദൃശ്യത ശൂലദൃക്. ശ്രീ ശിവബ്രഹ്മർഷി ആ ബലരാമസ്വാമിയുടെ കഥ തുടരുകയാണ്. അങ്ങനെ ബലരാമസ്വാമിയും മഹർഷിമാരും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് അടുത്ത സംഭാഷണം കഴിഞ്ഞതിന് ശേഷം അടുത്ത വാവുന്നാള് തഥ പർവണ്യുവാവൃത്തേ പ്രചണ്ഡ പാംസുവർഷണ അത്യുഗ്രമായിട്ടുള്ള മൺപൊടി കലർന്നതായിട്ടുള്ള ഭീമോ വായുരഭൂൽ ആ ഭയങ്കരമായിട്ടുള്ള എങ്ങനെയാണ് കൊടുങ്കാറ്റാണ് പുറപ്പെട്ടു രാജൻ പരീക്ഷത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൂയഗന്ധസ്തു സർവച മലത്തിൻ്റെ ഗന്ധമായിട്ടുള്ള കാറ്റാണ് അങ്ങനെ വീശാൻ തുടങ്ങിയതെന്ന് പറയുകയാണ്. അത് അപ്പോഴേക്കും എന്തുണ്ടായി അമേധ്യമയം വർഷം തത് അപ്പോഴേക്കും അമേധ്യം അങ്ങനെ വർഷിക്കാൻ തുടങ്ങി. ഇതാരാണ് ചെയ്യുന്നത്? ബല്വലേനമിതം മിതം. ഈ ബല്വലനാണ് ഈ അമേധ്യവർഷം തുടങ്ങിയത്. എവിടെ? യജ്ഞശാലയിൽ അങ്ങനെ അഭവൽ ഈ അമേധ്യവർഷം ഉണ്ടായ സമയത്ത് അന്വദൃശ്യത ശൂലധൃ ഇദ്ദേഹം കണ്ടപ്പോഴേക്കും ആ ദൂരെ ഉയരത്തിൽ ഈ ബല്വലൻ ശൂലം ധരിച്ചങ്ങനെ നിൽക്കുന്നതും കാണപ്പെട്ടു എന്ന് പറയുകയാണ്. തം വിലോക്യ ബൃഹൽക്കായം ഭിന്നാഞ്ജനചയോപമം തപ്തതാമ്ര ശിഖാശ്മശ്രും ദംഷ്ട്രോഗ്രഭൂഡീമുഖം സസ്മാരമുസലം രാമ പരസൈന്യവിദാരണം ഹലം ച ദൈത്യദമനം തേ തൂർണമുപതസ്തതോ. തം വിലോക്യ അവനെ കണ്ടിട്ട് എങ്ങനെയാണ് നല്ല തടിച്ച കൂറ്റനായിട്ടുള്ള ശരീരം ഭിന്ന അഞ്ജനതയോപമം നല്ല അഞ്ജനത്തിന് തുല്യമായിട്ടുള്ള വലിയ പർവ്വതന്മാരുള്ള ആ കറുത്ത ദേഹം തപ്ത താമ്ര ശിഖാശ്മശ്രും നല്ല ചുട്ടുപഴുത്ത ചെമ്പിൻ്റെ നിറമുള്ള തലമുടിയും താടിരോമങ്ങളൊക്കെ ഉള്ളതാണ് സ്വരൂപമാണ് ഈ എൻ്റെ ദംഷ്ട്രോഗ്രഭൃകുടീമുഖം. ദംഷ്ട്രകളങ്ങനെ പിരിഞ്ഞുള്ള പിരുകക്കൊടികളും ഭീകരങ്ങളായുള്ള പുരുകക്കൊടികളും നിറഞ്ഞുള്ളതാണ് അവൻ്റെ മുഖം. അങ്ങനെയുള്ള അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ മുസലം രാമ എങ്ങനെയാണ് സസ്മാര മുസലം പരസൈന്യ വിദാരണം ഹലം ച പെട്ടെന്ന് തൻ്റെ ആ കലപ്പയെയും അതുമാതിരി മുസലത്തെയും അതെങ്ങനെയാണ് ദുഷ്ടന്മാരായുള്ള ആ ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിക്കാൻ അടിച്ചു വീഴ്ത്താൻ കഴിവുള്ളതാണ് അത് മുസലം. അത് രണ്ടിനെയും അങ്ങോട്ട് അദ്ദേഹം അങ്ങോട്ട് സ്മരിച്ച സമയത്ത് തൂർണം ഉപസ്ഥതു അത് രണ്ടും തൂർണം ഉപതസ്ഥതു അത് രണ്ടും ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ അങ്ങോട്ട് വന്നെത്തി. തമാകൃഷ്യ ഹലാഗ്രേണ ബൽവലം ഗഗനേചരം മുസലേനാഹനൽ ക്രുദ്ധോ മൂർധ്നി ബ്രഹ്മദ്രുഹം ബലാ സോപതൽ ഭുവി നിർഭിന്ന ലലാടോസ് സമുത്സൃജൻ മുഞ്ചൻ ആർത്തസ്വരം ശൈലോ യഥാ വജ്രഹതോരുണ. ആ സമയത്ത് എന്ത് ചെയ്തു? ഇവനെ ഹലാഗ്രേണ ബല്വലം ഗഗനേചരം തമാകൃഷ്യ ആകാശത്തിൽ അങ്ങനെ ബല്വലം അങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടു വേഗം തൻ്റെ കലപ്പ കൊണ്ട് പൊക്കിയിട്ട് അവനെ ഇങ്ങോട്ട് താഴ്ത്തിക്കൊണ്ട് താഴ്ത്തിക്കൊണ്ട് വലിച്ചെടുത്തിട്ട് മുസലേന അഹനൽ ക്രുദ്ധോ മൂർധ്നി അവൻ്റെ ശിരസ്സിൽ തൻ്റെ ആ ഒലയ്ക്ക കൊണ്ട് നല്ലൊരു പ്രഹരം കൊടുത്തിട്ട് അവനെ ഇങ്ങോട്ട് വധിച്ചു. എങ്ങനെയാണ്? ഇവനാരാണ്? ബ്രഹ്മദ്രുഹം ആ ബ്രാഹ്മണനെ ദ്രോഹിക്കുന്നവനായിട്ടുള്ള അവനെ ആ ബലരാമസ്വാമി അങ്ങോട്ട് ഹനിച്ചു. അപ്പോഴോ അപതൽ ഭൂവി അവൻ വേഗം ആകാശത്തിൽ അങ്ങോട്ട് വീണു. നിർഭിന്ന ലലാടോസൃക്
സമുത്സൃജൻ നെറ്റിത്തടക്കം അങ്ങനെ പൊട്ടിയിട്ടത് അങ്ങനെ ചോര ഒലിച്ചുകൊണ്ടാണ് ഭൂമിയിൽ അങ്ങോട്ട് വീണത്. മുഞ്ചൻ ആർത്തസ്വരം അലറി വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് വീണത്. എങ്ങനെയാണ്? ശൈലോ യഥാ വജ്രഹതോ അരുണ, നല്ല പണ്ട് വജ്രായുധമേറ്റുള്ള പർവ്വതം പോലെ അങ്ങനെ നിലത്ത് രക്തം ഛർദ്ദിച്ച് അങ്ങനെ മരിച്ചു വീണത്. സംസുസ്ത്യമുനയോ രാമം പ്രയുജ്യാവിദാശിഷ അഭ്യഷിഞ്ചൻ മഹാഭാഗ വൃത്രഘ്നം വിബുധായഥാ. ആ സമയത്ത് മഹാഭാഗ മുനയ മഹാന്മാരായുള്ള മഹർഷിമാരെല്ലാവരും വിബുധ വൃത്രഘ്നം യഥാ, ദേവന്മാരെല്ലാവരും വൃത്രനെ ഹനിച്ച സമയത്ത് ദേവേന്ദ്രനെ ഏതുവിധം അദ്ദേഹത്തിനെ ചെയ്ത് സ്തുതിച്ചു, അതുമാതിരി രാമം സംസ്തുത്യ ബലരാമസ്വാമിയെ വാഴ്ത്തി സ്തുതിച്ചിട്ട് അവിധത ആശിഷ തങ്ങളുടെ ആശീർവാദങ്ങളെ കൊടുത്തു. എങ്ങനെയാണ്? നിഷ്ഫലമാകാത്ത, അതായത് അമോഘങ്ങളായിട്ടുള്ള ആ ആശീർവാദങ്ങളെ ബലരാമസ്വാമിക്കാണ് നൽകിയിട്ട് നേർന്നിട്ട് അദ്ദേഹത്തിനെ അഭിഷേകം ചെയ്തു. വൈജയന്തിം ദുർമാലം ശ്രീരാമ അമ്ലാനപങ്കജം രാമായ വാസസി ദിവ്യേ ദിവ്യാന്യാഭരണാനി ച. ശ്രീരാമ അമ്ലാനപങ്കജാം, അതായത് നല്ല ശ്രീരാമ, നല്ല ശ്രീഭഗവതിക്ക് ആസ്ഥാനമല്ല, നല്ല ശ്രീത്വമുള്ള ഒരിക്കലും വാടാത്തതായിട്ടുള്ള അമ്ലാനപങ്കജം മാല, നല്ല ചെന്താമര പൂക്കളോട് ഉണ്ടാക്കിയിട്ടുള്ള മാലയെ വൈജയന്തി എന്ന മാലയെയും ദിവ്യേ വാസസി, നല്ല ദിവ്യങ്ങളായുള്ള 2 വസ്ത്രങ്ങളെയും ദിവ്യാനി ആഭരണാനിജ, ദിവ്യങ്ങളായിട്ടുള്ള ആഭരണങ്ങളെയും രാമായ ദദു, ആ മഹർഷിമാരെ ബലരാമസ്വാമിക്കായിട്ട് ദാനം ചെയ്തു. എന്നിട്ടോ അതതൈരഭ്യനുജ്ഞാത കൗശികീമേത്യ ബ്രാഹ്മണൈ സ്നാത്വാ സരോവരമകല്യത സരയുരാശ്രവൽ. അതിനുശേഷം തൈ അഭ്യനുജ്ഞാത, അവരാൽ, ആ ബ്രാഹ്മണരാൽ അല്ലെങ്കിൽ ആ മഹർഷിമാരാൽ അനുവദിക്കപ്പെട്ടവനായിട്ട് ബലരാമസ്വാമി ബ്രാഹ്മണൈ, മഹർഷിമാരാൽ അനുവദിക്കപ്പെട്ടവരായിട്ടുള്ള അദ്ദേഹം തൻ്റെ കൂടെ വന്നുള്ള ബ്രാഹ്മണന്മാരും ഒന്നിച്ച് കൗശികീം ഏത്യ, കൗശികി നദിയിലേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ടോ അവിടെ സ്നാനം ചെയ്തിട്ട് യാതൊന്നിൽ നിന്നാണോ സരയൂ നദി ഉത്ഭവിക്കുന്നത്, സരോവരം, ആ ഉത്തമ സരസ്സിലേക്ക് അകാൽ, സരയൂ നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് അങ്ങ് പോയി. പിന്നീട് ആ തീർത്ഥയാത്രയാണ് ഇനി വർണ്ണിക്കാൻ പോണത്. അനുസ്രോതേന സരയും പ്രയാഗമുപഗമ്യ സ്നാത്വാ സന്ദർപ്യ ദേവാദീൻ ജഗാമകുലാശ്രമം. അദ്ദേഹം സരയും അനുസ്രോതേന പ്രയാഗം ഉപഗമ്യ, അങ്ങനെ സരയൂ നദിയുടെ പ്രവാഹമാർഗത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചിട്ട് പ്രയാഗയിലേക്ക് എത്തി. അവിടെ ഉപഗമ്യ എത്തിച്ചേർന്നിട്ട് അവിടെ സ്നാത്വ ദേവാദീൻ സന്ദർപ്യ പുലഹാശ്രമം ജഗാമ, അവിടെ ദേവാദികളൊക്കെ തർപ്പണം ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് തർപ്പണം ചെയ്തതിനു ശേഷം പുലഹാശ്രമത്തിലേക്കാണ് പോയി. ഗോമതിം ഗണ്ഡകിം സ്നാത്വാ വിവാശം ശോണ ആപ്ലുത ഗയം ഗത്വാ പിതൃൻ ഇഷ്ട്വാ ഗംഗാസാഗര സംഗമേ ഉപസ്പൃശ്യ മഹേന്ദ്രാദ്രൗ രാമം ദൃഷ്ട്വാഭിവാദ്യ ച സപ്തഗോദാവരീം വേണം പമ്പാം ഭീമരതിം തഥാ സ്കന്ദം ദൃഷ്ട്വാ യയൗ രാമ ശ്രീശൈലം ഗിരിശാലയം ദ്രവിഡേഷു മഹാപുണ്യം ദൃഷ്ട്വാദ്രിം വെങ്കടം പ്രഭോ കാമഘോഷ്ണീം പുരീം കാഞ്ചീം കാവേരീം ച സരിൽവരം ശ്രീരംഗാഖ്യം മഹാപുണ്യം യത്ര സന്നിഹിതോ ഹരി ഋഷഭാദ്രിം ഹരേ ക്ഷേത്രം ദക്ഷിണാം മധുരം തഥാ സാമുദ്രം സേതുമഗമൻ മഹാപാതകനാശനം. ഈ ബലരാമസ്വാമിയുടെ ഈ തീർത്ഥയാത്ര ശരിക്കുള്ളൊരു നാഷണൽ ഇൻ്റഗ്രേഷൻ ആണെന്ന് പണ്ട് ആചാര്യൻ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ആ ഭാരതത്തിൻ്റെ തെക്ക് വടക്കുന്ന് അങ്ങനെ തുടങ്ങി കിഴക്ക് വശത്തൂടെ പോയി തെക്കോട്ട് വന്ന് തിരിഞ്ഞ് വടക്കോട്ട് പോയിട്ട് അവിടെ പടിഞ്ഞാറ് വഴി വടക്കോട്ട് പോയിട്ട് അങ്ങനെ വീണ്ടും ഈ സമന്തപഞ്ചക തീർത്ഥത്തിൽ എത്തിച്ചേരുന്ന കുരുക്ഷേത്രത്തിൽ എത്തുന്ന മാതിരിയാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര. അതിനുശേഷം പ്രഭുവായിട്ടുള്ള അദ്ദേഹം ബലരാമസ്വാമി ഗോമതിയും ഗണ്ഡകിയും വിപാശാം സ്നാത്വ, അതായത് ഗോമതി നദി, ഗണ്ഡകി നദിയിലാണ് ഈ സാളഗ്രാമങ്ങൾ ഉണ്ടായുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിപാശ, ശോണ എന്നീ നദികളിലൊക്കെ സ്നാനം ചെയ്തിട്ട് ഗയാം ഗത്വ
പിതൃൻ ഇഷ്ട്വ ഗയയിലേക്ക് ചെന്നിട്ട് അവിടെ പിതൃക്കൾക്കുള്ള ശ്രാദ്ധമൊക്കെ ഊട്ടിയിട്ട് പിന്നെ ഗംഗാസാഗര സംഗമത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് അവിടെയും സ്നാനവും ആചമനാദികളൊക്കെ ചെയ്തിട്ട് മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി. ആ മഹേന്ദ്രപർവ്വതത്തിൽ ആരാണ്? സാക്ഷാൽ പരശുരാമൻ അവിടെ അങ്ങനെ തപസ് ചെയ്തിരിക്കൊണ്ടുണ്ട്. അദ്ദേഹത്തിനെ കണ്ടിട്ട് രാമം ദൃഷ്ട്വ അഭിവാദ്യ അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്തതിന് ശേഷം സപ്ത ഗോദാവരിയും, അതായത് ഗോദാവരി നദി 7 പിരിഞ്ഞ് സമുദ്രത്തിൽ ചേരുന്ന തീർത്ഥസ്ഥലത്തേക്കും, പിന്നെ വേണാനദി, അത് കഴിഞ്ഞ് പമ്പാസരസ്, ഭീമരഥി ഇവിടെയൊക്കെ സന്ദർശനം കഴിഞ്ഞിട്ട് സ്കന്ദം ശ്രീ സുബ്രഹ്മണ്യനെ ദർശിച്ച് ശ്രീശൈലം എന്നുള്ള ശിവക്ഷേത്രത്തിലേക്ക് ചെന്ന് അവിടെ ചെന്ന് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം തിരുച്ചെന്തൂരാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീശൈലത്തെ ശിവക്ഷേത്രത്തിൽ പോയി. പിന്നീടാണ് വെങ്കടാദ്രിയിലുള്ള ശ്രീനിവാസ ക്ഷേത്രത്തിൽ പോയി. അവിടെ എങ്ങനെയാണ്? അതിനു മുമ്പേ പിന്നീട് കാമകോടി എന്നുള്ള കാഞ്ചീപുരത്തിലെത്തി. പിന്നെയോ സരിൽവരാം കാവേരിയും ചയത്ര, അവിടെ ആ കാഞ്ചീപുരത്ത് വെച്ചാണ് കാവേരി നദിയെ കണ്ടു. അവിടെ വളരെ അതിനുശേഷം ഹരി സന്നിഹിത, എവിടെ ശ്രീരംഗഖ്യം മഹാപുണ്യം, അതിനുശേഷം ശ്രീരംഗം എന്നുള്ള മഹാക്ഷേത്രത്തിലെ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെ പോയി. അതിനുശേഷം ഋഷഭാചലവും പിന്നീട് ദക്ഷിണാം മധുരം തെക്കൻ മധുരയും കണ്ടിട്ട് സമുദ്രം, ആ സമുദ്രതീരത്തുള്ള മഹാപാതകനാശനം സേതുമകമൽ, രാമസേതുവിൽ പോയിട്ട് എങ്ങനെയാണ് എല്ലാ പാതകങ്ങളും നശിക്കും. രാമസേതുവിൽ പോയി കഴിഞ്ഞു വെച്ചാൽ അവിടെ ആ സേതു വന്ന് അതിൽ സ്നാനമൊക്കെ ചെയ്തിട്ട് പാപങ്ങളൊക്കെ തീർത്തു. എത്ര ആയുധമതാൽ ധേനോർ ബ്രാഹ്മണേഭ്യോ ഹലായുധം കൃതമാലം താമ്രവർണിം മലയം ച കുലാചലം തത്രാഗസ്ത്യം സമാസീനം നമസ്കൃത്യാഭിവാദ്യ യോജിതസ്തേന ചാസീഭിർ അനുജ്ഞാതോ ഗതോർണവം ദക്ഷിണം തത്ര കന്യാഖ്യാം ദുർഗാം ദേവീം ദദർശസാ. തത്ര അവിടെ ആ ബലരാമസ്വാമി ബ്രാഹ്മണേഭ്യ ആയുധം ധേനു അതാൽ, അതായത് സേതുസ്നാനം ചെയ്തിട്ട് അവിടെ ബ്രാഹ്മണർക്ക് 10,000 പശുക്കളെ സങ്കല്പദാനം ചെയ്തു. അവിടെ കയ്യിലൊന്നും അപ്പോൾ സങ്കല്പദാനം ചെയ്തു എന്ന് തന്നെ വിചാരിക്കണം. എന്നിട്ടോ കൃതമാലാം താമ്രവർണി എന്നീ നദികളിലേക്കും ആചലം കുലപർവ്വതമായിട്ടുള്ള മലയപർവ്വതത്തിലേക്കും പിന്നീട് ചെന്നു. അവിടെ സമാസീനം അഗസ്ത്യം അഭിവാദ്യം, അവിടെ ചെയ്ത ആ മലയപർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഗസ്ത്യ മഹർഷി അഭിവാദ്യം ചെയ്തിട്ട് അദ്ദേഹത്തിനെ നമസ്കരിച്ച് തേന ആശീഭിർ യോജിത, അദ്ദേഹത്താൽ ആശീർവദിക്കപ്പെട്ടവനായിട്ട് അനുജ്ഞ വീണ്ടും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ദക്ഷിണം അർണവം ഗത തെക്കേ സമുദ്രത്തിലേക്ക് പോയി. അവിടെ തത്ര കന്യാഖ്യാം ദുർഗാം ദേവിയും ദദർശ, കന്യാകുമാരി ദേവിയെ, ആ കന്യാകുമാരി ക്ഷേത്രത്തിൽ ചെന്ന് ആ ദേവിയെ വന്ദിച്ചു. തഥാ ഫാൽഗുനമാസാദ്യ പഞ്ചാപ്സരസമുത്തമം വിഷ്ണു സന്നിഹിതോ യത്ര സ്നാത്വാ സ്പർശൽ ഗവായുധം. അതിനുശേഷം കന്യാകുമാരി എന്ന് പുറപ്പെട്ട എത്ര വിഷ്ണു സന്നിഹിത, എവിടെ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു സന്നിധാനം ചെയ്യുന്നുണ്ടോ അവിടെ ഫാൽഗുനം, അതായത് അനന്തപുരത്തിലേക്ക് തിരുവനന്തപുരത്തെ ആസാദി വന്ന് ഉത്തമം പഞ്ചാപ്സരസം സ്നാത്വ, പഞ്ചാപ്സരസ് എന്ന് ശ്രേഷ്ഠമായുള്ള തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് ഗവായുധം അസ്പരിസൽ, ആ 10,000 പശുക്കളെ അവിടെ വെച്ചിട്ടും സങ്കല്പദാനം ചെയ്തു എന്ന് പറയുകയാണ്. ഫാൽഗുനം അനന്തപുരം എന്നാണ് ശ്രീധരീയത്തിൽ പറയുന്നത്. ഇത് തിരുവനന്തപുരമാണെന്നൊരു പക്ഷമുണ്ട്. ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ശ്രീപത്മനാഭ സ്വാമിയെ ബന്ധിച്ചിട്ട് പത്മതീർത്ഥത്തിൻ്റെ തീർത്ഥവും മനസ്സ് സ്മരിച്ചുകൊണ്ട് അതിലും പ്രാചീനമാണ് പറയപ്പെടുന്നത്. വേറൊരു അനന്തപുരി ഉണ്ടെന്നും കൂടിയിട്ട് ഇദ്ദേഹം ശ്രീധരമാര് പറയുന്നുണ്ട്. രണ്ടിനും ഇവിടെ ഫാൽഗുനം എന്നുള്ളതിന് ഫാൽഗുന മാസത്തിലാണ്, അതായത് കുംഭം മീനം മാസക്കാലത്താണ് ഈ തീർത്ഥയാത്ര ഉണ്ടായത് എന്നാണ്. പിന്നെയോ ഈ മറ്റേ അനന്തപുരം കാസർഗോഡിൻ്റെ അടുത്ത് കുമ്പള എന്നുള്ള പ്രദേശത്തിന് സമീപത്തിലാണ് ഒരു വലിയ ചിറണ്ടെന്നാണ്. അവിടെ അതിന് മധ്യത്തിൽ മഹാലക്ഷ്മി ഭൂമിദേവി എന്നിവരോട്
ചേർന്നിട്ട് ഭഗവാൻ അനന്തൻ്റെ ഉപരിഭാഗത്താണ് സ്ഥിതി ചെയ്യുന്ന ചതുർബാഹുവായിട്ടൊരു മഹാവിഷ്ണു പ്രതിഷ്ഠ ഉണ്ടെന്നാണ്. അതിൻ്റെ സമീപത്തായിട്ട് വേറെ 4 ജലാശയങ്ങളുണ്ട്. ഇതാണ് അനന്തപുരം. ഈ ജലാശയത്തിലൊരു മുതലുണ്ടായിരുന്നു. അതിനെ വെടിവെച്ച് കൊന്ന് വീണ്ടും ഒരു മുതല പ്രത്യക്ഷപ്പെട്ടു. വേറൊരു മുതലയെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഇവിടെ ഉച്ചപൂജയുടെ പ്രസാദം അനുഭവിക്കുക എന്നും ഈ മുതല നിത്യേന വരുന്നത് ഇപ്പോഴും കാണാൻ കഴിയുന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെയാണ് അത്രേ പണ്ട് വില്ലുമംഗല സ്വാമിയാർ ഭഗവാനെ വഹിച്ചിരുന്നത്. പിന്നീട് അവിടുന്ന് പിണങ്ങി പോയിട്ടാണ് പിന്നെ ഈ ശ്രീപത്മനാഭ സ്വാമിയുടെ ആസ്ഥാനമായിട്ടുള്ള ഇന്നത്തെ തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് പിന്നീട് ഭഗവാനെ കണ്ടതെന്നൊക്കെ പല പുരാണ ഐതിഹ്യ കഥകളുണ്ട്. അപ്പം അങ്ങനെ ഒരു അനന്തപുരിയും കൂടി ഉണ്ടെന്ന് അർത്ഥം ഈ കാസർഗോഡിൻ്റെ അടുത്തായിട്ട്. തതോ അഭിവ്രജ്യ ഭഗവാൻ കേരളാം സ്തു ത്രികർത്തകൻ ഗോകർണാഖ്യം ശിവക്ഷേത്രം സാന്നിധ്യം യത്ര ദൂർജടേ. അതിനുശേഷം ഭഗവാൻ കേരളാൻ ത്രികർത്തകാൻ അഭിവ്രജ്യ, കേരളം ത്രികർത്തം എന്നീ പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ദൂർജടേ സാന്നിധ്യം എത്ര ഗോകർണാഖ്യം ശിവക്ഷേത്രം, സാക്ഷാൽ പരമേശ്വരന്റെ സാന്നിധ്യം എപ്പോഴുള്ള ഗോകർണം എന്ന പേരായിട്ടുള്ള ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ആര്യം ദ്വൈവായനിം ദൃഷ്ട്വാ ശൂർപാരകമകാൽബല താപീം പയോഷ്ണിം നിർവിന്ദ്യാം ഉപസ്പൃശ്യാതദണ്ഡകം പ്രവിശ്യരേവാമഗമൽ യത്ര മാഹിഷ്മതീ പുരി മനുതീർത്ഥമുപസ്പൃശ്യ പ്രഭാസം പുനരാഗമൽ. ബലരാമസ്വാമി പിന്നീട് ദ്വൈവായനി എന്നറിയപ്പെടുന്ന ആര്യാം ദൃഷ്ട, ആര്യാംബികയെ ദർശിച്ചിട്ട് ശൂർപ്പാരകം എന്നുള്ള ക്ഷേത്രത്തിലേക്ക് പോയി. താപീം പയോഷ്ണീം, താപീ നദി പയോഷ്ണി നദി നിർവിന്ധ്യ നദി എന്നിവയിലൊക്കെ സ്നാനം ചെയ്ത് ആചമനം ചെയ്തതിന് ശേഷം ദണ്ഡകാരണ്യത്തെ പ്രവേശിച്ചിട്ട് അതിൻ്റെ തീരത്തായ ആണ് എന്താണ് മാഹിഷ്മതി എന്നുള്ള പുരി ഉള്ളത്. അവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് നർമ്മദാ നദി. ആ നർമ്മദയിലേക്ക് പോയി അഗമൽ. പിന്നെയോ ആ മനുതീർത്ഥം മനുതീർത്ഥത്തിൽ സ്നാനം ചെയ്തതിന് ശേഷം വീണ്ടും പ്രഭാസ തീർത്ഥത്തിലേക്ക് ആഗമൽ വന്നു ചേർന്നു പറഞ്ഞ് അങ്ങനെ ചുറ്റി തെറ്റിയിട്ട് അവസാനം ആ ദ്വാരകയുടെ സമീപത്തുള്ള പ്രഭാസ തീർത്ഥത്തിലേക്ക് എത്തി എന്നർത്ഥം. ഗോകർണം എന്നുള്ളത് അതാണ്. അതുമാതിരി ഈ ഗോകർണം ശിവക്ഷേത്രം അവിടെ ശിവലിംഗം അവിടെ രാവണനാണത്രേ പ്രതിഷ്ഠിച്ചത്. അവിടെ സർവ്വ കാമഫലപ്രദം എന്നൊക്കെ പറയും. അതിനുശേഷം രേവ എന്ന് പറഞ്ഞാൽ നർമ്മദാ നദി തന്നെയാണ്. അപ്പോൾ ഈ മാഹിഷ്മതി എന്നുള്ള നഗരം കാർത്തവീര്യാർജുൻ്റെ തലസ്ഥാനമാണ്. അത് നർമ്മദരെ വളരെ കിഴക്ക് ഭാഗത്താണ്. അതുകൊണ്ട് അദ്ദേഹം നർമ്മദാ നദിയെ മുഴുവൻ അങ്ങനെ ഈ തീർത്ഥയാത്രയുടെ ഇടയിൽ നർമ്മദാ നദിയും കൂടിയിട്ട് ഒരു പ്രദർശനം അതിൻ്റെ ഇടയിൽ നടത്തി എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം. പിന്നെയോ അതിനുശേഷം പ്രവാസ തീർത്ഥത്തിലെത്തിയെന്ന് പറഞ്ഞു. ശ്രുത്വാദ്വിജൈകഥ്യമാനം കുരു പാണ്ഡവ സംയുഗേ സർവരാജന്യനിധനം ഭാരം മേനേ ഹൃതംബുവാ. ഇവിടെ ഈ പ്രവാസ തീർത്ഥത്തിൽ അദ്ദേഹം ഏകദേശം 1 വർഷത്തോളം നീണ്ടു നിന്നു. തീർത്ഥയാത്ര കഴിഞ്ഞ് എത്തിയപ്പോഴാണ് ഇവിടെ പൂർത്തീകരിച്ച സമയത്താണ് കേട്ടത് എന്താണ് അവിടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം കഴിയാറായി ഏകദേശം എന്നുള്ളതും അവിടെ അനവധി ക്ഷത്രിയന്മാർക്കൊക്കെ നാശം, സർവ്വരാജന്യനിതരം അനവധി രാജാക്കന്മാർക്ക് യുദ്ധത്തിൽ മരിച്ചു വീണു എന്നൊക്കെ ശ്രുത്വാ ദ്വിജൈകഥ്യമാനം ആ പ്രവാസ തീർത്ഥത്തിൽ വെച്ചിട്ട് അങ്ങനെ ബ്രാഹ്മണരങ്ങനെ പറഞ്ഞത് കേട്ടു ഇദ്ദേഹം എന്ന് പറയണം. അതുകൊണ്ട് എന്തുണ്ടായി? ഭാരം മേനേ ഹൃതംബുവാ, അദ്ദേഹത്തിന് ഉള്ളിൽ സന്തോഷമായി. എന്താണ് ഈ ഭൂമിയുടെ ഭാരം ഒരുവിധം തീർന്നുവല്ലോ, അതിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരും അവതരിച്ചിരിക്കുന്നത്. സ ഭീമദുര്യോധനയോർഗദാഭ്യം യുദ്ധതോർമൃതേ വാരയിഷ്യൻ വിനശനം ജഗാമയതു നന്ദന. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടു. എന്താണ്? ഇപ്പം അവിടെ ഭീമനും ദുര്യോധനും തമ്മിൽ ഗതായുദ്ധം അങ്ങനെ മുറുകി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടു. അപ്പോഴേക്കും അദ്ദേഹത്തിന് വലിയ വിഷമായി. അത് വാരയിഷ്യൻ, അതേതായാലും അവരെ ഇപ്പം ഈ ഉദ്യമത്തിൽ നിന്ന് വിരമിപ്പിക്കണം എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് വിനശനം ജഗാമ യദുനന്ദന, അദ്ദേഹം കുരുക്ഷേത്രത്തിൽ എന്താ കാണാണ്ട് വേണിച്ചിട്ട് ഇവിടുന്ന് പോയത് ആ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് കുരുക്ഷേത്രത്തിലേക്ക് തന്നെ അദ്ദേഹം പോയി. യുധിഷ്ഠിരസ്തുതം ദൃഷ്ട്വാ യമൗ കൃഷ്ണാർജുനാവപി അഭിവാദ്യപവം തൂഷ്ണീം കിം വിവക്ഷുരിഹാഗതാ.
അപ്പോഴേക്കും ബലരാമസ്വാമി ഇവിടെ കുരുക്ഷേത്ര യുദ്ധസ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോഴേക്കും യുധിഷ്ഠിരസ്തു തം ദൃഷ്ട, യുധിഷ്ഠിരൻ കണ്ടു അദ്ദേഹത്തിനെ എന്ന് മാത്രമല്ല യമൗ നകുല സഹദേവന്മാരും കണ്ടു, കൃഷ്ണാർജുനന്മാരും കണ്ടു. അവരെല്ലാവരും എന്താണ് അഭിവാദ്യ അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്തിട്ട് ഭവം തൂഷ്ണയും ഒന്നും മിണ്ടാണ്ടിരുന്നു. എന്താണ് ഈ വിദ്യത്തിനെ പുറപ്പ്, അതാണ് കിം വിവക്ഷുര് ഈ ആഗത എന്താപ്പോ എന്ത് പറയും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് ഭാവത്തിൽ മിണ്ടാതിരുന്നു എന്ന് പറയുകയാണ്. ഗതാവാണി ഉഭൗ ദൃഷ്ട്വാ സംരബ്ധൗ വിജയൈഷിണൗ മണ്ഡലാനി വിചിത്രാണി ചരന്താവിധമബ്രവീൽ. എന്താണ് സംരബ്ധൗ വിജയൈഷിണൗ ഗതാവാണി അവരെങ്ങനെയാണ് ബലരാമസ്വാമി എങ്ങനെയാണ് ഉഭൗ ദൃഷ്ട രണ്ടുപേരെയും കണ്ടു എന്നാണ്. എങ്ങനെ രണ്ടുപേരും കയ്യിൽ ഗതുണ്ട്, അങ്ങനെയാണ് വിജയൈഷിണവും ജയിക്കാൻ രണ്ടുപേർക്കും താൻ തന്നെ ജയിക്കണം എന്നുള്ള ഭാവത്തിലാണ്. പിന്നെ സംരബ്ധവും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോധിച്ചവരാണ്. അങ്ങനെ വിചിത്രാണി മണ്ഡലാനി ചരന്തവും പല തരത്തിലുള്ള മണ്ഡലഗതികൾ എങ്ങനെ ആ ഗതായുദ്ധത്തിൻ്റെ ആ ഓരോ മണ്ഡലഗതികളുള്ള അതൊക്കെയാണ് ചെയ്യുന്നവരായിട്ടുള്ള രണ്ടുപേരെയും ദൃഷ്ട കണ്ടിട്ട് ഇതം അബ്രവീ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. യുവം തുല്യബലൗ വീരൗ ഹേ രാജൻ ഹേ വൃഗോദര ഏകം പ്രാണാധികം മന്യേ ഉദൈകം ശിക്ഷയാധികം. ഹേ രാജൻ, ഈ വൃഗോദര ദുര്യോധനെയും ഭീമനെയും വിളിക്കുകയാണ് ഇദ്ദേഹം ചെന്നിട്ടേ. എന്താണ് യുവാം, നിങ്ങൾ രണ്ടുപേരും തുല്യബലവും ഒരേ ബലമുള്ള ആൾക്കാരാണ്, വീരന്മാരാണ്. ഒരുത്തൻ പ്രാണാധികം ശരീരബലം ഒരാൾക്ക് കൂടും, ആർക്ക് ഭീമന്. ഏകം വേറെ ആൾക്ക് ഒരുവൻ ശിക്ഷയാ അധികം മന്യേ, മറ്റേ ആൾക്ക് അഭ്യാസം കുറച്ച് കൂടുതൽ നന്നായിട്ട്. ദുര്യോധനന് അഭ്യാസം ഉണ്ട്, തൻ്റെ ശിഷ്യനാണല്ലോ, അപ്പോൾ അഭ്യാസം കുറച്ച് കൂടുതലുണ്ട്, മറ്റേ ആൾക്ക് ശരീരബലം കൂടുതലുണ്ട്. അതുകൊണ്ട് തസ്മാൽ ഏകതരസ്യേഹ യുവയോ സമവീര്യയോ ന ലക്ഷ്യതേജയോന്യോ വാ വിരമത്വബലോരണ. തസ്മാൻ അതുകൊണ്ട് സമവീര്യയോ യുവയോ തുല്യ ബലവാന്മാരായുള്ള നിങ്ങൾ രണ്ടുപേരുടെയും ഉള്ള ഈ യുദ്ധത്തിൽ ഏകതരസ്യ ഇഹ ഒരാൾക്ക് ജയമോ അന്യവാ തോൽവിയോ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അതായത് രണ്ടുപേർക്കും ജയവും തോൽവി ഉണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ട് അഫല രണ വിരമതു, അതുകൊണ്ട് ഈ ഫലം ഉണ്ടാവാൻ പോകേണ്ട എന്നുള്ള ഈ യുദ്ധത്തിൽ നിങ്ങൾ രണ്ടാളും വിരമിക്കൂ, അതാണ് നല്ലത് എന്ന് പറയുകയാണ് ബലരാമസ്വാമി. വാക്യം ജഗൃഹതരു ബദ്ധവൈരൗർവാർത്തവൽ അനുസ്മരന്താവന്യോന്യം ദുരുക്രം ദുഷ്കൃതാനിജ. ആലോചിച്ചാൽ അറിയാം, അവർ രണ്ടുപേരും അനവധി കാലമായിട്ട് അന്യോന്യമുള്ള ആ വൈരവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുള്ള ഉപദ്രവങ്ങളെയും സ്മരിച്ചുകൊണ്ട് അതാണ് അനുസ്മരന്താവ് അന്യോന്യം ദുരുക്രം ദുഷ്കൃതാനിജ. പലതരത്തിലുള്ള ദുഷ്ടമായിട്ടുള്ള വാക്കുകളെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് മാത്രമല്ല പല ദുഷ്ചെയ്തികളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. അതിനെയൊക്കെ സ്മരന്തോ ഓർക്കുന്നവരും ആ വൈരം ഒരിക്കലും നശിക്കാത്തവരായുള്ള രണ്ടുപേരും എന്താണ് തദ്വാക്യം ജഗൃഹതു, ബലരാമസ്വാമിയുടെ വാക്കുകളെ അവര് കേട്ടതേ ഇല്ല എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ തത്വം മനസ്സിലാക്കിയില്ല, അവർക്കത് കേൾക്കാൻ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. തിഷ്ടം തനുമന്വാനോ രാമോ ദ്വാരവതിം യയൗ ഉഗ്രസേനാധിപ്രീതൈർ ജ്ഞാതിഭി സമുപാഗതാ. അങ്ങനെ വെച്ചാൽ അങ്ങനെ കോട്ടെ, അതൊക്കെ കാലത്തിൻ്റെ ഗതി. അതാണ് തൽ ദിഷ്ടം അന്വമാന, അത് കാലത്തിൻ്റെ ദോഷമാണെന്ന് വിചാരിച്ചുള്ള ബലരാമസ്വാമി ദ്വാരവതിം ജയോ, ആ യുദ്ധഭൂമിയിൽ നിന്ന് ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. പ്രീതൈ ജ്ഞാതിവി ഉഗ്രസേനാദിവി സൗഭാഗത. അപ്പോഴേക്കും ബലരാമസ്വാമി അവിടെ തീർത്ഥയാത്ര കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ബന്ധുക്കളും ഉഗ്രസേനൻ തുടങ്ങിയ രാജാവും ബാക്കി എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. അവരൊക്കെ കൂടെ ചേർന്ന് ഇരിക്കുകയും ചെയ്തു രാമൻ. എന്നിട്ടോ തം പുനർനൈമിഷം പ്രാപ്തം ഇഷയോ യാജയൻ മുദാ കൃത്വംഗം ക്രതുഭിഃ സർവൈ നിവൃത്താഖില വിഗ്രഹം. അദ്ദേഹം തീർത്ഥയാത്ര തുടങ്ങിയത് നൈമിശാരണ്യത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ദ്വാരകയിലെത്തി, ഇവിടെ കുറച്ച് ദിവസം ദ്വാരകയിലൊക്കെ നിന്നിട്ട് വീണ്ടും അവിടെ ആ നൈമിശാരണ്യത്തിലേക്ക് പോയി എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്രത്വംഗം, ആരാണ് അദ്ദേഹം? യജ്ഞമൂർത്തി തന്നെയാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ നിവൃത്ത അഖില വിഗ്രഹം, ഇനി നിവർത്തിക്കപ്പെട്ട സകല കലഹങ്ങളോടും കൂടിയവനായിട്ട് അദ്ദേഹം ഇനി തീരുമാനിച്ചു. എൻ്റെ അവതാര
ഉദ്ദേശങ്ങളൊക്കെ ഒരുവിധം തരുന്നു. ഇനിയിപ്പോൾ ആരോടും യുദ്ധത്തിനൊന്നും പോകില്ല. അതാണ് നിവൃത്ത അഖില വിഗ്രഹം, നിവർത്തിക്കപ്പെട്ട സകല കലഹത്തോടും കൂടിയവനായിട്ടുള്ള അദ്ദേഹത്തെ നൈമിഷത്തിലെ പ്രാപിച്ചവനായിട്ടുള്ള അദ്ദേഹത്തിനെ അവിടെയുള്ള മഹർഷിമാരെല്ലാവരും സർവൈ ക്രതുഭി മുതാ അയാജയൻ, പല തരത്തിലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞങ്ങളെ കൊണ്ട് അദ്ദേഹത്തിനെ സന്തോഷപൂർവ്വം യജിപ്പിച്ചു. അദ്ദേഹത്തിനെ കൊണ്ട് ധാരാളം യജ്ഞങ്ങൾ ജയിച്ചു. അവിടെ തേഭ്യോ വിശുദ്ധ വിജ്ഞാനം ഭഗവാൻ വിഭു യേനൈവാത്മന്യതോ വിശ്വം ആത്മാനം വിശ്വകം വിദു. ആരാണ് ഇദ്ദേഹം? ആ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവായുള്ള വിഭുവായുള്ള അദ്ദേഹം എന്ത് ചെയ്തു? അവരാൽ ഈ ആത്മാവിൽ, അതായത് യാതൊന്നിന ഏന ആത്മനി അത വിശ്വം ആത്മാനം വിശ്വകം വിദു. യാതൊന്നിനാൽ ആത്മാവിൽ ഈ വിശ്വത്തെയും അതുമാതിരി ആത്മാവിനെ ഈ വിശ്വത്തിൽ വ്യാപിച്ചവനായും കാണുന്നുവോ, ആ പ്രകാരമുള്ള വിശുദ്ധ വിജ്ഞാനം, ആ പരിശുദ്ധ ജ്ഞാനത്തെ, യഥാർത്ഥത്തിലുള്ള ബ്രഹ്മവിദ്യാജ്ഞാന തത്വമുണ്ടല്ലോ, അതിനെ ഈ മഹർഷിമാർക്കായിക്കൊണ്ട് അദ്ദേഹം രാമസ്വാമി തിരിച്ച് പറഞ്ഞു കൊടുത്തു. അവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുകയാണ്, ഉപദേശിച്ചു കൊടുത്തു. സ്വപത്നാവൃതസ്നാദോ ജ്ഞാതിബന്ധു സുഹൃവൃത രേജേ സ്വജോത്സ്നയേവേന്ദു സുവാസാ സുഷ്വലംകൃത. അത് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പത്നിമാരെ കണ്ടപ്പോൾ ഈ ദ്വാരകയിൽ നിന്ന് പോകുമ്പോൾ, പിന്നീട് പോകുമ്പോൾ ഈ നൈമിശാരണ്യത്തിന് പോകുമ്പോൾ പത്നിമാരെയൊക്കെ കൂട്ടിയിട്ട്, അപ്പോൾ പത്നിയെ കൂട്ടിയിട്ട്, അപ്പോൾ പത്നിയോട് കൂടിയിട്ട് അവഭൃതസ്നാദ, അത് ആ അവൃത ഈ യജ്ഞത്തിന് ശേഷമുള്ള അവഭൃത സ്നാനമൊക്കെ ചെയ്തതിന് ശേഷം ജ്ഞാതിബന്ധു സുഹൃവൃത, ജ്ഞാതിക്കളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ ചേർന്നവനായിട്ട് സുവാസ സുഷ്ടു അലങ്കൃത, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നന്നായി അലങ്കരിച്ചവനായിട്ടുള്ള അദ്ദേഹം സ്വജോത്സ്നയ ഇന്ദു ഇവരേജി, തൻ്റെ ആ പ്രകാശം കൊണ്ട് ചന്ദ്രനെ പോലെ അവരുടെ ഇടയിൽ അങ്ങനെ ശോഭിച്ചു. ഈദൃഗ്വിധന്യ സംഖ്യാനി ബലസ്യ ബലശാലിന അനന്തസ്യ പ്രമേയസ്യ മയാമർത്യസ്യ സന്ധിഹി. ഈദൃഗ്വിധന്യ അസംഖ്യാനി, ഈ പ്രകാരത്തില് അസംഖ്യാനി, കണക്കില്ലാത്തതിലുള്ള മഹത്വങ്ങളുണ്ട് ഇദ്ദേഹത്തിന് എന്ന് പറയണ. അതാണ് ആ ബലശാലിന, നല്ല ബലവാനായിട്ടുള്ള ഈ ബലരാമസ്വാമിയുടെ ധാരാളം കഥകളുണ്ടെന്ന് പറയുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മഹത്വം? അനന്തനാണ് അദ്ദേഹം സ്വയം, പിന്നെയോ അപ്രമേയനാണ്. എത്രയാണെന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുക, ഈ ഇന്ന വിധത്തിലാണ് ഇരിക്കുന്നത് ആർക്കും നിശ്ചയിക്കാൻ കഴിവത്തുള്ള ആളാണ് അദ്ദേഹം. പിന്നെ പക്ഷേ ഇവിടെ മായാമനുഷ്യനായിട്ട് ഇവിടെ അവതരിച്ച അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളതെങ്കിൽ അത്രയധികം മഹത്വങ്ങൾ ഇനിയുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളൊക്കെ യോനുസ്മരേത രാമസ്യ കർമ്മണ്യദ്ഭുതകർമ്മണ സായം പ്രാതരനന്ദസ്യ വിഷ്ണോ സദൈതോ ഭവേൽ. ഇപ്രകാരം അത്ഭുത കർമ്മങ്ങളോട് കൂടിയവനും അനന്തസ്യ, അനന്തന്റെ അവതാരവുമായ ബലരാമന്റെ കർമ്മങ്ങളെ സായം പ്രാതായ, ആ യാതൊരാളാണോ വൈകുന്നേരവും രാവിലെയും അനുസ്മരേത സ്മരിക്കുന്നത്, അവൻ വിഷ്ണോ ദൈത ഭവേൽ, അവൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയനായിട്ട് വരും. ബലരാമസ്വാമിയുടെ കഥകളൊക്കെ ഇങ്ങനെ സ്മരിച്ചാൽ തന്നെ ഭഗവാന്റെ ഭക്തനായി തീരുന്ന പറഞ്ഞുകൊണ്ട് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവ തീർത്ഥയാത്രാ നിരൂപണം നാമ ഏകോനാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.